പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഗവർണർക്കെതിരെ ആയിരക്കണക്കിന് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരും, ബംഗാൾ സർക്കാരാണ് ഞാൻ ഉദ്ദേശിച്ചത്, വളരെ ഗൗരവത്തോടെയാണോ ഇതിനെ കാണുന്നത്? SKN, വെരി ഗുഡ് മോർണിംഗ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇതിനെ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും ബംഗാൾ സർക്കാർ ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. BJP സംബന്ധിച്ചാണെങ്കിൽ BJP വലിയ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഗവർണർക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം, അതിൽ BJP ഇതുവരെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്നു. സന്ദേശ് കാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രചരണമായി മുന്നോട്ട് പോകുന്നതിലാണ് ഇത്തരമൊരു ലൈംഗിക ആരോപണം ഗവർണർ CV ആനന്ദബോസ് നേരെ വന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ദിരാ മുഖർജി IPS ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 8 അംഗ സംഘം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് പല ദിവസങ്ങൾ സംബന്ധിച്ചൊരു പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യം, കഴിഞ്ഞ മാസം 19-നാണ് ഗവർണർ ആനന്ദബോസ് ഈ സ്ത്രീയോട് ബയോഡാറ്റയുമായി രാജ്ഭവനിൽ എത്താൻ ആവശ്യപ്പെട്ടത്. ഏപ്രിൽ 24-ന് ഈ സ്ത്രീ ബയോഡാറ്റയുമായി രാജ്ഭവനിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ അപമര്യാദയെ പെരുമാറിയെന്നാണ് പരാതിയിലുള്ളത്. അതിനുശേഷം മെയ് 2, അതായത് ഈ മാസം 2-ാം തീയതി സമാനമായ അനുഭവം ഉണ്ടായി. പിന്നീടാണ് പരാതി നൽകിയത്. എന്തായാലും ഈ കേസ് ഇപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിയമോപദേശം തേടുകയാണ്. നിലവിലിപ്പോൾ പോലീസിന്റെ അടുത്ത നീക്കം രാജ്ഭവനിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറും. റിപ്പോർട്ട് പിന്നീട് സംസ്ഥാന സർക്കാർ പ്രസിഡന്റ് നൽകാനാണ് സാധ്യതയുള്ളത്. കാരണം ഭരണഘടനയുടെ 361-ാം അനുച്ഛേദ പ്രകാരം ഗവർണർക്ക് ഇത്തരത്തിൽ ക്രിമിനൽ നടപടി നേരിടുന്നതിൽ ചില ഇളവുകൾ നൽകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കില്ല. ഒരു അന്വേഷണം നടത്തി അതിനുശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യുക. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണമായി ഇത് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശക്തമായ ഭാഷയിലാണ് ഗവർണർ ആനന്ദബോസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ഗവർണർക്ക് എന്ത് ധൈര്യമാണ് ഉള്ളതെന്ന ചോദ്യം ഉന്നയിക്കുന്നു. ആയിരക്കണക്കിന്, 1 or 2 അല്ല, ആയിരക്കണക്കിന് പരാതികൾ ഗവർണർക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഗവർണർക്കെതിരെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരും രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പരാതി ലഭിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങിയിരുന്നു പ്രചരണ വേളയിൽ. എന്നാൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ സംസാരിച്ചില്ല? പ്രത്യേകിച്ചും സന്ദേശ് കാലി വിഷയം ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ സന്ദേശ് കാലിയെ വിഷയത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ കൃത്യമായി നടപടിയെടുത്തിരുന്നു. പക്ഷേ ഇത്തരം ചില ലൈംഗിക പീഡന ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മമതാ ബാനർജി പ്രസംഗിച്ചത്. എന്തായാലും ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന ഗവർണർ CV ആനന്ദബോസ് ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ഒരു അഴിമതി, അതോടൊപ്പം മറ്റ് സ്വജനപക്ഷപാതമുള്ള സർവ്വ അഴിമതികളെയെല്ലാം തന്നെ താൻ തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ആനന്ദബോസ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം ചില ആരോപണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടും തന്നെ തളരാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് അന്വേഷണത്തെയും നേരിടും എന്ന് തന്നെ ഗവർണർ ആനന്ദബോസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് ചില മന്ത്രിമാരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. രാജ്ഭവനിലെ ചില ജീവനക്കാർ, അതൃപ്തി പ്രകടിപ്പിച്ച ജീവനക്കാർ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പരാതിയാണ് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിലെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഗവർണർ ആനന്ദബോസ് ഉന്നയിക്കുന്നത്. എന്തായാലും ശക്തമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണമായി മുന്നോട്ട് പോകുമ്പോൾ BJP എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രചരണ വേളയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.